100K സബ്സ്ക്രൈബർ ആയതിലേറെ സന്തോഷം നമുക്ക് അവിടെ ഒരു പരിപാടി ഇത്തരത്തിൽ നടത്തിയപ്പോൾ നമുക്ക് ഫ്ലഡിന്റെ ബിസിനസ് നടത്തുന്നവർ നമ്മളെ കമ്മിറ്റിയിൽ ഉണ്ടാവില്ല, സംഘടനയിൽ ഉണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഇന്ന് നമ്മൾ ഒരുപാട് ഒരു സന്തോഷ മുഹൂർത്തത്തിലാണുള്ളത്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ നമുക്ക് 100K ഫോളോവേഴ്സ് കഴിഞ്ഞ് 1,70,000 ആളുകൾ നമ്മുടെ ഫാമിലിയിൽ അംഗമായി. അപ്പോൾ ഇത്രയധികം ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100K ആയതോടുകൂടി ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചും കമൻറ്റിലൊക്കെ ചോദിച്ചിരുന്നു 100K ആയിട്ട് എന്താ സെലിബ്രേഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ അതിന് ഗിവ് അവേ ഉണ്ടോ, അതിനെന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഗിവ് അവേ ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും 100K ആയതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ആണ്. ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ആ സന്തോഷത്തിൻ്റെ നിങ്ങളെയും കൂടെ അതിന് ഭാഗമാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും മുഴുവനും കാണണം, അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ആസാദ്, എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. ഒരുപാട് കാലത്തെ ബന്ധമുള്ള ആളാണ്. പാണ്ടിക്കാട് നമ്മുടെ വാഹന കച്ചവടം തന്നെയാണ്, വണ്ടി കച്ചവടം തന്നെയാണ്. നമ്മളെ തുടക്കം മുതൽ നമ്മളെ ഒപ്പമുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആസാദിനിപാട് അവൻ്റെ ഷോറൂമിൽ നിന്ന് അവനിപാട് കൂട്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മളെ അഫിയുണ്ട്, മോനുണ്ട്, ഫവാസുണ്ട്, ബാബുണ്ട്, ആസിഫുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ പോകുന്നത്. ആരും അറിയിച്ചിട്ടില്ല. ഞങ്ങളവിടെ എല്ലാ ആളുകളെ അവിടെ എല്ലാവരും മാത്രം കൂട്ടി പോകുന്നതാണ്. ഒരുപാട് ആളുകളെ വിളിക്കാത്തവരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത പരിപാടിയൊന്നും അല്ല. അപ്പോൾ ഇവിടേക്ക് പിന്നെ ഓവറായിട്ട് നമ്മൾ ആളുകളായിട്ട് വന്നിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്ന് കരുതി വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോവാം. Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Yo, set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. 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 So life ain't easy, yo, I think there's a reason though. Ups and downs, just like every different season, yo. Sometimes I'm high, other times I'm barely breathing, though. You always gotta fight and hide from the demons, yo. Negative thoughts are poison, they rot. Head full of flies, so here come the clouds. They'll never stop unless I can swap all the bad for the good in my head when I'm lost. Yeah, so I'ma fake it till I make it. Positive thoughts are overtaken, I got patience. One day at a time is how you operate a cadence. A flow, you grow, you show yourself a foundation. Stay away from all the shit that causes temptation. I know that I like to do it cause it's sensation. I live my life in my head like a narration. Don't expect greatness, do my best, man, I'll take it. Wake up, today's gonna be a good day. 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 Wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. അപ്പോൾ താത്താവും കട്ടിയാണെന്ന് അറിയുന്നത്. അതെ, നീ ഇങ്ങനെ ഇങ്ങോട്ടും കട്ടിയത്.
അതെ അതെ എടുത്തോളൂ എടുത്തോളൂ. കൊടുക്കും എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും. ഇത് വരും കാക്കു വരും തന്നെ കട്ടി നോട്ടെ കട്ടി നോട്ടെ കട്ടി നോട്ടെ കട്ടി. അപ്പൊ ആരാ പാട്ട് പറഞ്ഞിട്ട് അറിഞ്ഞില്ലേ? നിങ്ങൾ പാട്ട് പറഞ്ഞില്ലേ? പാട്ടാടല്ലേ? എന്നാ പാടി. ആ എവിടുന്ന ഇവിടുന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞു. ആ അപ്പൊ അടുത്തതായി നമ്മൾ അലിവാക്കൊരു പാട്ട് പാടുകയാണ്. അങ്ങോട്ട് തിരിച്ചോളി ഇന്ന ഓലൊക്കെ കേൾക്കൂലേ. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് പാടിക്കഴിഞ്ഞിട്ട് കൈ അടിച്ച പാടിക്കഴിഞ്ഞിട്ട് കൈ അടിച്ച. കണ്ട് കണ്ട് പേടിച്ചോര് ലീഡർ വാത്തുമ്മ അന്ന് തൊട്ട് അപ്പൊക്കൊരു ചെയ്ത്താനിളക്കം മരുന്നിട്ട് കഴിച്ചിട്ട് മാറാത്തിളകം സൂയിപ്പീരാണ് നമ്മത് സൂയിപ്പീരാണ് കോട്ടക്കാട്ടുന്ന മമ്മത് കടകൊമ്പം വീസ കണ്ട് കണ്ട് പേടിച്ചോര് ലീഡർ വാത്തുമ്മ. അടിപൊളി 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 അടിപൊളി. ആ സാറ് പാട്ട് അടിപൊളി പാട്ട്. ഞാനാ പാട്ട് പറഞ്ഞേ പാടോ? കഴിഞ്ഞോ? ഇത്രയുള്ളൂ. അടിപൊളി അടിപൊളി പാട്ട് ചെയ്യും പാട്ട് ചെയ്യും. ഞാനാ പാട്ട് പാടല്ലേ പാടോ? ഇവിടെ ആള് പാടണം ഇവിടെ ആള് പാടണം. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകന് യൂസുഫ് വരവായി യൂസുഫ് നബി തന്നഴകിൻ്റെ വരയ ഒളിയായി നിലയായി. അടിപൊളി അടിപൊളി അടിപൊളി. നീ ആരാ പാടല്ലേ? ആരാ പാടല്ലേ? ഇവിടെ ആള് പാടും. എന്താ മൈക്കോടെ എത്തി പാടിക്കോളൂ. പാടിക്കൂട് പദ്യം പാടുക. അങ്ങനെ പാടും. സ്നാനത്തെ ചെയ്തു നീ ആകാമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവണ്ണ ഞാൻ അങ്ങനെയുള്ള എനിക്കേതുമേ താറാതെ എങ്ങോ നീ പോകുന്നു തന്നെ മേച്ചാൽ വേഗാതെ വണ്ണ കൈരാ പൈതൽ താൻ കൈകളിൽ തണ്ടിയിലും വെണ്ണ വെച്ചാൽ. ഇതിലിങ്ങനെ വെച്ചാ വയ്ക്കോളത്. കായലരികത്ത് വളയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി പെണ്ണ് കെട്ടണം നറക്കെടുക്കണം ഒരു നിറക്കിന് ചേർക്കണേ വേറെയാണ് വിചാരമെങ്കിൽ വേറെമായത് ചെല്ലുവാൻ കഴിഞ്ഞിരുന്ന് കയ്യിലും പെയ്ത് കയ്യിലും കുത്തി നടക്കണ്. ആണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക് ഇഞ്ഞുണ്ട് ഇഞ്ഞുണ്ട് ഇഞ്ഞുണ്ട്. സഖി ഒരു കുലമുന്തിരി മങ്ങിടുവാനാ കയ്യിൽ ഉണ്ടപ്പിയേത്തു മുന്തിരി തിന്നിടുവാ. ചേച്ചി പറഞ്ഞില്ലേ? ചേച്ചി പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോ? പാട്ടറിയില്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. അത് പോട്ടെ സൂപ്പർ പാട്ട് തന്നെ. സമ്മാനം ഇവിടെ കൊടുക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ 100K നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മളിത് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനും കാണിക്കാനും ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത കാരണത്താലാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നതും അതേപോലെ നമുക്ക് ഈ 100K സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ചാനലിൻ്റെ പേരിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇങ്ങനൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതാരും വേറെ രീതിയിൽ ചിത്രീകരിക്കരുത്. നമ്മൾ ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് തന്നെ ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരുപാട് യൂട്യൂബർമാരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സൊക്കെ വരുമ്പോൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. നമ്മൾ ഒരുപാട് വിധത്തിൽ ഇപ്പോൾ ഗിവ് അവേ ആയിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും.
ചെയ്തു. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തേക്കാണ് എത്തിയത്. നല്ലൊരു കാര്യം, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യം ചെയ്യുക എന്ന് കരുതി അവിടെ ഉള്ള ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും ഡ്രസ്സുകളും അവർക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് പറയാൻ ഒരുപാട് മടിയുണ്ട്. കാരണം പറയാനുള്ള കാരണം ഇത് പറഞ്ഞ് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. നമ്മൾ അവരുടെ മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് വെച്ചിട്ടോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നിങ്ങൾക്കും കൂടി കിട്ടേണ്ടതാണ്. പിന്നെ അവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്ത പ്രായമായ ആളുകൾ, അസുഖമുള്ള ആളുകൾ, അംഗവൈകല്യമുള്ള ആളുകളാണ്. ആരും നോക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങളോ മക്കളോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് സെൽവ കെയർ സംരക്ഷിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കാനോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് നമ്പർ, അവരുടെ സെൽവ കെയറത്തെ മാനേജ്മെൻറ്റിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുക. കാരണം നിങ്ങൾ അവരെ സഹായിക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. അത്തരത്തിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ഒരു കുറഞ്ഞ സമയം അവരോടൊപ്പം ചിലവഴിച്ചപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം. അവിടെ കുറേ ഉമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ പാട്ട് പാടിയിട്ടും നമ്മളോട് സംസാരിച്ചിട്ടൊക്കെ നല്ല നമ്മളെ മനസ്സിന് തന്നെ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഈ 100K സബ്സ്ക്രൈബർ ആയതിലേറെ സന്തോഷം എന്ന് നമുക്ക് അവിടെ ഒരു പരിപാടി ഇത്തരത്തിൽ നടത്തിയപ്പോൾ നമുക്ക് കിട്ടി. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നൊന്നും കിട്ടാത്തൊരു സന്തോഷം, മനസ്സിനൊരു ധൈര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പ്രചോദനമാവുകയാണെന്നുണ്ടെങ്കിൽ പ്രചോദനമാവട്ടെ. ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കട്ടെ. ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. 60-65 ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കുക. ഒരിക്കലും വെറുതെ ആവില്ല. കാരണം നമ്മൾ മനസ്സറിഞ്ഞതാണ്. കാരണം ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊക്കെ മനസ്സിൽ കണ്ണ് നിറയുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ 100K സെലിബ്രേഷന്. പക്ഷേ ഇത് 100K സെലിബ്രേഷൻ കൊണ്ട് മാത്രം തീരില്ല. നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഇനിയും നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വരും വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇന്നത്തെ വീഡിയോ അവസാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഒരു 100K സെലിബ്രേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പരിപാടിയും പാടെ നിങ്ങൾ മുന്നിൽ കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വാഹന കച്ചവടക്കാർക്കിടയിൽ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കേരളത്തിലൊട്ടാകെ 14 ജില്ലയിലും ഈ സംഘടനയുടെ ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാളികാവ് ഏരിയ കമ്മിറ്റീൻ്റെ കീഴിലാണ് നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഞാനിവിടെ നിലവിൽ കാളികാവ് ഏരിയൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഞാൻ മാറുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ് എന്നുള്ള നിലക്ക് നമ്മുടെ കാളികാവ് ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങും ഇന്ന് നമ്മുടെ ഷോറൂമിൽ വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ട്രീറ്റും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സംഘടനയുടെ ഇവിടെ കാളികാവ് ഏരിയൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, രക്ഷാധികാരികൾ, നമ്മുടെ മെമ്പർമാർ, അതിലൊക്കെ ഉപരി ഇവിടെ ചുറ്റുപാടത്ത് കച്ചവടം ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളും ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ നമ്മുടെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയും പാടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ നമ്മളെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ കാളികാവ് ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയാണ് ഈ നിൽക്കുന്നത്. പോരാത്തിന് നമ്മളൊരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങും അവിടെ നടക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പറഞ്ഞാൽ നമ്മൾ രഹസ്യമായി നമ്മളെ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള മീറ്റിങ്ങാണ്. അപ്പോൾ നമുക്ക് വാവുട്ടിയാക്കാനോട് ഈ സംഘടനയെ പറ്റി 2 വാക്കുകൾ നമുക്ക് ചോദിക്കാം. കാരണം ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ ഈ സംഘടനയിൽ എത്രത്തോളം ഉള്ള ആളുകളെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്, അതേപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വാവുട്ടിയാക്കാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ ഇത് കേരളത്തിൽ 14 ജില്ലകളിലാണ് ഈ സംഘടന ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. അതിൽ മലപ്പുറം ജില്ലയിൽ കാളികാവ് ഏരിയ കമ്മിറ്റിയാണ് ഇപ്പോൾ ഇവിടെ അൻഫാൻ്റെ അടുത്ത് കൂടിയിട്ടുള്ള ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. കാളികാവ് ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഞങ്ങൾ ഒരു 25 പേരോളം ഉണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. മൊത്തം മെമ്പർമാർ 107 മെമ്പർമാർ കാളികാവ് ഏരിയയിൽ മാത്രമുണ്ട്. മെമ്പർമാർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണത് ഈ കച്ചവടം ഇതിലുള്ള കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ആൻഡ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ സംഘടന എന്ന് പറഞ്ഞ കാളികാവ് ഏരിയയിൽ നമ്മൾ മെമ്പർമാരെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണത് വളരെ സുതാര്യമായിട്ട് മെമ്പർമാരെ കുറിച്ച് നല്ലോണം അന്വേഷിച്ചിട്ടും കാര്യങ്ങളുമാണ്. അതിൽ ഫ്ലഡിൻ്റെ ബിസിനസ് നടത്തുന്നവർ നമ്മളെ കമ്മിറ്റിയിലുണ്ടാവില്ല, സംഘടനയിലുണ്ടാവില്ല. അതുപോലെ ടോട്ടൽ ലോസ് വണ്ടികൾ അങ്ങനെയുള്ള
അതുപോലെ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ചൊറകളുള്ള ഫൈനാൻസർമാർ നമ്മളെ കമ്മിറ്റിയിലുണ്ടാവും. അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഇവിടെ നിലനിന്ന് പോകുന്നത്. അത് കാളിയാവേരി എന്നല്ല, മൊത്തം നമ്മളെ മലപ്പുറം ജില്ലയിൽ മൊത്തം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആരും ആഡ് ചെയ്യുന്നില്ല നമ്മളെ കമ്മിറ്റി. അത് പ്രത്യേകം ഞങ്ങളെ നേതൃത്വങ്ങൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ കാളിയാവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പല രീതിയിലും ജീവകാരുണ്യ പ്രവർത്തനം, മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫ്ലഡ് 18-ൽ 19-ൽ ഫ്ലഡിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ അതിൽ അപകടങ്ങൾ പറ്റിയവർക്ക്, നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാളിയാവ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളെ സംഘടനയിൽ മരിച്ചുപോയ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സംഘടനയിൽപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടി പിന്നെ ധനസഹായങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കാളിയാവ് കമ്മിറ്റിയിൽ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് അൻഫാൽ. അതുപോലെ നമ്മുടെ കാളിയാവ് കമ്മിറ്റിൻ്റെ സെക്രട്ടറിയാണ് മുസ്തഫ പുല്ലങ്കോടാണ്. പിന്നെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതാക്കന്മാരും ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളെ വൈസ് പ്രസിഡന്റ്, ജില്ലേൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അൻഫാൽ. അദ്ദേഹം നിങ്ങളോട് കൂടുതൽ വിവരങ്ങൾ പറയും. അതായത് നമ്മൾ ഈ സംഘടന, ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഒരു വാഹന കച്ചവടക്കാർക്ക് ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഈ സംഘടനയിൽ പിന്നെ അംഗത്വം എടുക്കുന്ന വാഹന കച്ചവടക്കാർ അത്രത്തോളം ക്ലിയർ ഇല്ല ആളുകളെ മാത്രമാണ് ഈ കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലയിൽ നമ്മൾ സഞ്ചരിച്ച് വാഹന കച്ചവടം ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഓരോ ജില്ലയിലും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നല്ലൊരു കെട്ടുറപ്പോട് കൂടി ആണ് ഇപ്പോൾ ഈ സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, രക്ഷാധികാരികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സംഘടന കൊണ്ട് എന്താ വെച്ചാൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്ത് 100ഓളം ആളുകൾ കാളികാവ് ഏരിയയിൽ മാത്രമുണ്ട്. മലപ്പുറം ജില്ലയിൽ 1000-ൽ പരം ആളുകളുണ്ട്. കേരളത്തിൽ അത്രത്തോളം ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട പിന്നെ പ്രസിഡൻറ്റും നമ്മളെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു പ്രധാനമുള്ള ചില കാര്യങ്ങൾ ഇതിൽ വളരെ വ്യക്തമായി രണ്ടുപേരും പറഞ്ഞു. കാരണം ഈ സംഘടന കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മെമ്പർമാർ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇതുകൊണ്ട് ബ്രോക്കർമായിട്ട് പല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയിൽ ഈ മെമ്പർമാരെന്ന് പറയുന്ന ഒരുപാട് ആയിരക്കണക്കിന് മെമ്പർമാർ നമ്മളെ ഈ വാഹന തൊഴിൽ ജോലി എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രവാസി ജീവിതം പിന്നെ അവസാനിച്ച് അവിടെ പല പ്രശ്നങ്ങളുണ്ടായി നാട്ടിൽ വന്നുകൊണ്ട് ഈ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്ന ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാരായിരിക്കും, നല്ല നല്ല കച്ചവടക്കാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഒരു ജീവിതമാർഗമായിട്ട് തന്നെയാണ് ഇതിപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് തന്നെയാണ് പല രീതിയിലും. അത് ഈ കാളിയാവ് ഏരിയ കമ്മിറ്റിയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ ഈ വരുമാനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ മെമ്പർമാർക്ക് പല രീതിയിലും മെമ്പർമാർക്കെന്ന് മാത്രമല്ല നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട്. പല രോഗികൾക്ക് ചെയ്തിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിന് നമ്മൾ പണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വിശേഷത്തിലേക്ക് പോവാം. അവിടെ ചായ കുടിൻ്റെ പരിപാടി നടക്കുന്നു. ഇത് നമ്മളെ പുത്താൻക മുതിർന്ന പ്ലെയറാണ്. അതായത് ഞങ്ങൾ പെരിന്തൽമണ്ണ ഫുട്ബോൾ ടൂർണമെന്റിന് പോയിട്ട് അവിടെ ഏറ്റവും മികച്ച പ്ലെയർക്കില്ലേ പിന്നെ ട്രോഫി മൊമെന്റോ കിട്ടിയ ആളാണ് പുത്താൻക. കണ്ട അങ്ങനെ തോന്നുമെങ്കിലും ചെറുപ്പക്കാരനാണ് മമ്മീസാക്ക. ഇത് നമ്മുടെ പിന്നെ ചെയർമാൻ മമ്മീസാക്കയാണ്, നമ്മളെ മുതിർന്ന നേതാവാണ് മമ്മീസാക്ക. നമ്മളെന്തിനും നമ്മളോടൊപ്പം പൂർണ്ണ കട്ടക്ക് എല്ലാ സപ്പോർട്ടിനും നമ്മളെ കൂടെ ഉള്ള ആളാണ് ആസിഫ്. നമ്മളെ ജംഷി. പിന്നെ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം നടത്തുന്നത്. JK കാർസ് ആണ് നമ്മളെ ഷോറൂമിന്റെ പേര്. ഡീലറാണ്. നമ്മളെ ഇന്റിമേറ്റ് സുഹൃത്താണ്, നെയ്ബറാണ്. ഞങ്ങൾ താമസിക്കുന്ന ഒരു അതിരിലാണ് അല്ലേ? സന്തോഷം. താങ്ക് യു. അടുത്ത ആള് കുറച്ച് ആൾക്കാരുമാരെ കാട്ടാണ്. ആസിഫോട് ഒഴിഞ്ഞിരുന്ന് ചായ പിടിക്കുന്നുണ്ട്. ഇതാ ഇത് നമ്മളെ ഷൈജു ആക്റ്റീവായിട്ടുള്ള ആളാണ്. ഗ്രൂപ്പിൽ ഫുൾ ടൈം ആക്റ്റീവായിട്ടുള്ള ആളാണ്.
ഇത് മനസ്സോ എന്താ പറയല്ലേ കോയക്ക എന്താ പറയല്ലേ മൈക്ക കോയാക്കി മനസ്സൊക്കെ പായുണ്ട്. എന്താ വർത്താനം? ഇത് നമ്മളെ ദേവൻ സാർ കാളികാവ് ഉതിരമ്പോയിലാണ് വീട് അല്ലേ? അപ്പം നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായി. മീറ്റിങ്ങിൽ നമ്മൾ സൈലൻ്റ് ആണ്, ഈ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കാണാം. പിന്നെ നമ്മൾ കുഞ്ഞുട്ടി ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുറച്ച് ആളുകളുമാടെ പരിപാടിയിൽ പങ്കെടുക്കാണ്ട് പരിപാടിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയുമാടെ നമ്മളെ കാണിക്കാം. സെക്കിമോ മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്ന് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് എന്താ കുട്ടിക്ക് പറയാല്ലേ? അതിൻ്റെ കുട്ടിക്ക് ആ ആ നമ്മുടെ മുതിർന്ന നേതാവാട്ടോ സ്റ്റേറ്റ് കൗൺസിൽ അംഗമാണ് മലബാർ സലാമാക്ക വണ്ടൂര്. പഴയകാല നമ്മുടെ മലപ്പുറം ജില്ലയിലെ പഴയകാല ലീഡറാണ്. എങ്ങനെ പോരില്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ആൾക്കാർ പോയില്ലേ, കുറച്ച് ആൾക്കാർ പോയി. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ വൈൻഡപ്പിലാണ്. ഇത് നമ്മളെ മയമാലയാക്ക നമ്മളെ രക്ഷാധികാരിയാണ്, നമ്മളെ മുതിർന്ന നേതാവാണ്, വാവുട്ടിയാക്കാൻ്റെ ജ്യേഷ്ഠനാണ്, നമ്മളെ പ്രസിഡൻറ്റിൻ്റെ ജ്യേഷ്ഠനാണ്. പിന്നെ ഇത് കോയാക്ക, ഇത് വാപ്പുട്ടിയാക്ക, ഇത് സലാമാക്ക, ഇതിലൊക്കെ ഡീലർമാരാട്ടോ. എല്ലാവരും വാഹന കച്ചവടക്കാരാണ്, വാഹന സംബന്ധമായിട്ടുള്ള കച്ചവടക്കാരാണ് എല്ലാവരും. സെക്രട്ടറിനെ പരിചയപ്പെടുത്തി. ഇത് നമ്മളെ ജലീൽ സാഹിബ് വണ്ടൂർ റോയൽ അല്ലേ, റോയൽ ഓട്ടോ കൺസൾട്ടൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പുത്താനിക്കോട് ഉണ്ട്, അംസപ്പാക്കുണ്ട്, ജംഷി ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് റാഹത്തായിട്ട് നമ്മളെ പരിപാടി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. എന്താ മാമലൊക്കെ രണ്ടു വാക്ക് അല്ല ഇനി കൂടുതലൊന്നും പറയാം. ഞാൻ കാര്യമാതി നന്ദിയൊക്കെ പറഞ്ഞു, വളരെ ഉഷാറാക്കിയിട്ടുണ്ട്. എന്തായാലും വേദി ഒരുക്കി തന്നതിന് അൽഫാദിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതാ കാര്യമായിട്ട് പറയാനുള്ളത്. വളരെ ഉഷാറാക്കണേ എല്ലാ ഇനിയും ഇന്നത്തെ ഈ പരിപാടിയില് റോയൽ ഫുഡാണ് നമ്മളെ ജില്ലാ വൈസ് പ്രസിഡന്റ് അൻഫാൽ സ്പോൺസർ ചെയ്തത്. ഇതോടുകൂടി ഇവിടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും താങ്ക് യു.